ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളൊരു പുതിയ വർഷത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യം നിറഞ്ഞൊരു പുതുവർഷമാകട്ടെ. അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെയും വക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. അങ്ങനെ ഞാൻ നേരത്തെ എണീറ്റു, കുളിയൊക്കെ കഴിഞ്ഞു. എനിക്ക് ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു, ഞാനതൊന്നും കാര്യമാക്കിയില്ല. എന്നാലും ഞാൻ നേരത്തെ എണീറ്റു കുളിച്ചു. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കിനും അമ്മ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മേൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ അമ്മ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ചായയും കടി ഉണ്ടാക്കുന്ന തിരക്കിലായി. മക്കൾക്കൊക്കെ സ്കൂളുണ്ട്, അപ്പോൾ അവരൊന്നും എണീറ്റിട്ടില്ല. അങ്ങനെ ചായയും കടിയൊക്കെ ആയതുകൊണ്ട് പിന്നെ നേരെ ഞങ്ങൾ പുതിയ വീടിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ തേക്കാൻ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിന്ന് പണിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഏട്ടനും നേരെ അങ്ങോട്ട് പോന്നു. അവർക്ക് വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് പോന്നു. സാധാരണ ഞങ്ങൾ പുഴയിൽ നിന്നും പിന്നെ വീടിൻ്റെ അടുത്തൊരു വീടുണ്ട്, അവിടെ നിന്നൊക്കെയാണ് ഞങ്ങൾ വെള്ളം അടിക്കൽ. അപ്പോൾ ഇത് ഞങ്ങളെ ഏട്ടന് പച്ചക്കറി ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവർ ഇവിടെ ഒരു ചെറിയൊരു കിണറുണ്ട്, അവിടെ നിന്നാണ് വെള്ളം എടുക്കൽ. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് അടിച്ചോളി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വെള്ളം അടിച്ചു. വെള്ളം അടിച്ച് ഏകദേശം ആയപ്പോഴേക്കിന് പിന്നെ പണിക്കാരൊക്കെ വന്നു. പിന്നെ ഞാൻ ഏട്ടനും അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. വീട്ടിലെത്തി ചായയും കടിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഏട്ടൻ പിന്നെ പണിക്കാരുടെ അടുത്തേക്ക് തിരിച്ചു പോയി. അപ്പോഴേക്ക് മക്കളൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. ബാലു അല്ലൊക്കെ എണീറ്റു, ചായയൊക്കെ കുടിച്ചു. അവർക്കൊക്കെ സ്കൂളിൽ പോകാൻ സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാലു അല്ലൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. വീട്ടിൽ നിന്ന് ഒരു ഇത്തിരി ദൂരമുണ്ട് ബസ് കാത്തിക്കുന്ന സ്ഥലത്തേക്ക്. ബാലുവിന് 9:40 ബസ്, അല്ലുവിന് 9:35 ബസ് വരും. അങ്ങനെ ബാലു ബസ് കാത്ത് നിൽക്കുന്നുണ്ട്. ബാലുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ബാലുവിൻ്റെ ഒപ്പമുണ്ട്. ഇങ്ങനെ വരി നിന്നിട്ടാണ് ഇവർ ബസ്സിന് കയറൽ. ബാലുവിനാണെങ്കിൽ മുന്നിൽ നിൽക്കണം. ബാലു വേറെ ആരെയും നിൽക്കാൻ സമ്മതിക്കില്ല. അതിന് പിന്നെ കുറേ അടിയും പിടിയൊക്കെ അവിടെ നടക്കലുണ്ട്. അങ്ങനെ ബസ്സൊക്കെ വന്നതാ ബാലുക്കുട്ടനൊക്കെ ബസ്സിൽ കയറിപ്പോയി. ബാലു പോയി കഴിഞ്ഞു. പിന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ലച്ചുമോൾ അംഗൻവാടിക്ക് പോകാൻ ഒരുക്കിയിട്ടില്ല. ലച്ചുമോൾ അപ്പം എണീറ്റിട്ടുണ്ടായിട്ടുള്ളായിരുന്നു. അപ്പോൾ ലച്ചുമോൾ ചായ കുടിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ലച്ചുമോൾ കുളിപ്പിച്ച് അംഗൻവാടിക്കൊക്കെ ഒരുക്കി കഴിഞ്ഞ് ലച്ചുമോളും പോയി. ലച്ചുമോൾ അംഗൻവാടിക്ക് പറഞ്ഞയച്ചിട്ട് പിന്നെ ഉച്ചക്കൊക്കെയുള്ള പരിപാടിയായി. ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ടില്ലായിരുന്നു. അമ്മ പോയപ്പോൾ കുറച്ച് അരിയും സാധനങ്ങളൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. ബിരിയാണി വെച്ചോളി പുതുവർഷമല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അമ്മ കുറച്ച് സാധനം വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അമ്മ പിന്നെ അമ്മക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാദാ ചോറ് വെച്ചു. പിന്നെ ഉപ്പേരി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് അമ്മ അതുകൊണ്ടാണ് അമ്മ പോയത്. നിങ്ങൾ വെച്ചോളി, എനിക്കിപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞ അമ്മ പോയി. അങ്ങനെ കുറച്ച് പുളിഞ്ചി ഉണ്ടാക്കി, തൈരും ഉണ്ടാക്കി, അതൊക്കെ കൂട്ടി ചോറൊക്കെ തിന്നിട്ട് പിന്നെ ഞാൻ നേരെ മമ്പാട് പോയി. മമ്പാട് ബാങ്കിൽ വരെ പോകാനുണ്ടായിരുന്നു. ബാങ്കിൽ പോയി വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ വീട്ടിൽ മക്കൾ നല്ല പാട്ടാണ്. അംഗൻവാടിയിൽ നിന്ന് ഉറങ്ങി നീച്ചിട്ട് ഭയങ്കര കുറുമ്പായിട്ടുണ്ട്. അപ്പം ഞാൻ കൊണ്ടുവന്ന മിഠായി ഒന്നും അവർക്ക് വേണ്ട. അവരതൊക്കെ കണ്ട് വലിച്ചെറിഞ്ഞ് ഭയങ്കര കരച്ചിലായി. പിന്നെ ഒരാൾ നേരെ എൻ്റെ മടിയിൽ കയറിയിരുന്നു കുറേ സമയം. പിന്നെ ഞാൻ കൊണ്ടുവന്ന മിഠായിയൊക്കെ അവർ പിന്നെ എടുത്ത് കഴിക്കൽ തുടങ്ങി. അപ്പോഴേക്കും അവരെ കുറുമ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ലച്ചുമോൾ അംഗൻവാടിയിൽ നിന്ന് പോന്നിട്ടില്ലായിരുന്നു. ലച്ചുമോൾ അവിടെ തന്നെ നിന്നു. ലച്ചുമോളാണെങ്കിൽ ഇവർ കരയണ കണ്ടാൽ ലച്ചുമോൾ അപ്പോൾ കരയും. ലച്ചുമോൾക്ക് ഭയങ്കര സങ്കടമാണ്. അംഗൻവാടിയിലൊക്കെ ആക്കി പോരുമ്പോൾ ചേച്ചിയെന്ന് പറഞ്ഞ് കരയണ കേട്ടാൽ അവൾക്ക് ഭയങ്കര സങ്കടമാണ്. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. താങ്ക് യു ഫോർ വാച്ചിങ്.